AR മുരുകദാസ് സംവിധാനം ചെയ്ത കത്തിന്റെ റീമേക്കാണ് ചീരാബായിന്റെ കൈദി നമ്പർ 150. 150ന്റെ ടിക്കറ്റ് ആൾക്കാർ വാങ്ങിച്ച് കണ്ടോന്ന് ഈ പടം നമുക്കൊന്ന് നോക്കാം. തലപതി വിജയണ്ണന്റെ കരിയറിലെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ പടമാണ് ഈ കത്തി. ആ പടത്തിന് ചീരാബായി കണ്ടു എന്നാ തോന്നുന്നു. കണ്ടിട്ട് സഹിച്ചില്ല, അതുകൊണ്ട് കുളമാക്കണം എന്ന് തീരുമാനിച്ച ചീരാബായി എടുത്ത റീമേക്കാണ് കൈദി നമ്പർ 150. റീബോക്കിന്റെ ഷൂ ഇട്ടിട്ടാണ് ബായിന്റെ എൻട്രി. വിജയണ്ണ മാസ് കാണിച്ച എൻട്രിയാണ്. ഇവിടെ ഒരു വാസ് കാണിക്കുമ്പോൾ അങ്ങോട്ട് കലങ്ങണില്ല. ചീരാബായി പബ്ജിയിൽ കാർ 98 തിരഞ്ഞപ്പോൾ കിട്ടാണ്ട് കോൺസ്റ്റബിളിന്റെ കയ്യിലുള്ള ഗണ്ണും തട്ടിപ്പറിച്ച് ഒരു വെടിവെക്കലാണ്. പിന്നെ ചീരാബായി ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ജയിലിന്റെ മാപ്പും കൊടുത്തിട്ട് ഡ്രെയിനേജ് ഒന്ന് അടച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടുപിടിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ ചീരാബായി ഒരൊറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷം പോലീസുകാർ ഇംപ്രസ് ആയിട്ട് ചീരാബായിനെ റിലീസ് ചെയ്തു. നമ്മുടെ കത്തിയിൽ വിജയണ്ണ ബാങ്കോക്കിൽ പോകാൻ വേണ്ടി എയർപോർട്ടിൽ വരുന്ന പോലെ ചീരാബായും ബാങ്കോക്കിൽ പോകാൻ എയർപോർട്ടിലേക്ക് വരും. അവിടെ വെച്ച് ഒരു കുട്ടിയെ കാണും. അത് വേറെ നമ്മുടെ സമാഞ്ചയ്ക്ക് വരും. ഇവിടെ കാജൽ അഗർവാളാണ്. പക്കം വന്ന് കൊഞ്ചം മുത്തങ്കൽ സോങ്ങിന് പകരം ലക്ഷ്മി റായിന്റെ കൂടെ ഒരു ലുങ്കി ഡാൻസ്. ബായ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഒരു പെട്ടിയൊട്ടശ ആക്സിഡന്റ് ആയി. ചീരാബായി സിപ്പപ്പ് താഴെയിട്ടിട്ട് ഓടിപ്പോയി നോക്കിയപ്പോൾ വേറൊരു കുരിപ്പ്, വേറൊരു ചീരാബായി വെറുപ്പിക്കൽ 2. നമ്മുടെ തലപതി വിജയണ്ണന്റെ മാസിൽ കണ്ടിട്ട് ഇവിടെ എന്തുവാടെ കുണച്ചു വെച്ചിരിക്കുന്നത്. ഓഡിയൻസിന് ആള് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുപ്പിക്കൽ നമ്പർ 2 ഒരു കണ്ണടി കൊടുത്തു. വെറുപ്പിക്കൽ നമ്പർ 1 ഒന്നും കൊടുത്തില്ല, എന്ന് വെച്ചാൽ ഓൾറെഡി വെറുപ്പിക്കില്ല. പിന്നെ അപ്പൂപ്പൻ വിളിച്ച് ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ചീരാബായിന് ഒരു ഐഡിയ തോന്നി, ഗോതമ്പ് ദോശ കഴിക്കാൻ. നേരെ വിട്ടു അവിടേക്ക്. അവിടെ എത്തിയപ്പോൾ ഗോതമ്പ് ദോശ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ചീരാബായി കരിപ്പായി അടിയുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുരിപ്പ്. ഈ കുരിപ്പിനെ വീണ്ടും കണ്ടു. ഈ കുരിപ്പിനെ എപ്പോഴൊക്കെ കാണുമ്പോൾ അപ്പോഴൊക്കെ സോങ്ങാ. അയാളുടെ കൊറിയോഗ്രാഫി ചെയ്തത് എന്താണത്? കണ്ണാടി ബായുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മുടെ ചീരാബായി കേൾക്കും. പിന്നെ ചീരാബായി കരിയും. പിന്നെ ഒരു മാസ് ഫൈറ്റ്. പിന്നെ തലപതി എന്നിട്ട് ആ മാസ് ഡയലോഗാണ് ആ മൂവിയുടെ ഹൈലൈറ്റിലേ ഒന്ന്. അത് ചീരാബായി ഒരു 1 hour കൊണയടിച്ച് തൊലച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ദാറ്റ്സ് ഹാപ്പൻഡ്. അടുത്തൊരു സീക്വൻസ് ആ കത്തിയില് മേജർ ഹൈലൈറ്റ്, ആ കോയിൻ ഫൈറ്റ്. ആ ഫൈറ്റ് ചീരാബായി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോജിക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ തലപതി അണ്ണൻ കുറച്ചു പേരിനൊക്കെ അടിച്ചിട്ടാണ് മുകളിൽ കയറിയിരിക്കുക. ഈ പുള്ളിക്കാരൻ ഈ പഞ്ഞി കൂടെ ഉള്ള പഞ്ഞിച്ചാക്കിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന പോലെയാണ് ഒരു ഇരുത്തം. ഇയാൾ ആരുടെ അത്ര ഹൈറ്റിൽ കയറ്റിയിരുത്തിയത്? ചീരാബായി തീരുമാനിക്കും മൊത്തം പൈപ്പ് ലൈനിങ് കട്ട് ചെയ്ത് കൊണ്ടെന്ന്. അങ്ങനെ എല്ലാ പൈപ്പിന്റെ അകത്തും കയറി ചീരാബായി സിറ്റിംഗ്. ചീരാബായിക്ക് കടമ ഉണർച്ചയെക്കാട്ടിലും കാജൽ അഗർവാളിന്റെ ഉണർച്ചയാണ് കൂടുതലും. ചീരാബായി ഒന്ന് കിക്കായിട്ട് ഒരു ഫോൺ അടിക്കും. കാജൽ അഗർവാൾ എടുത്താ പിന്നെ പാട്ടാണ്. ആരടാ ലിറിക്സിസ്റ്റ്? അച്ഛൻ്റെ അൾട്രാ പ്രോമാക്സ് വെറുപ്പിക്കൽ പോരാന്ന് പറഞ്ഞിട്ട് മകന്റെ മൾട്ടി പ്രോമാക്സ് വെറുപ്പിക്കലും ഇതിലുണ്ട്. ഒരു ക്യാമിയോ ബൈ റാം ശരൺ. കൊണേഡി സോങ് കഴിഞ്ഞതിന് ശേഷം ജീവനതം ആ പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ചീരാബായി റീക്രിയേറ്റ് ചെയ്ത ഇങ്ങനെ ഇരിക്കും. നമ്മളെയൊക്കെ സെന്റിയിലാഴ്ത്തിയത് ലാസ്റ്റ് യാർപെട്ര മകനോ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. ആ ഒരു സോങ്ങിന് ഇവർ പിന്നെയും വന്നിട്ട് എന്തൊക്കെയോ കുണച്ചു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഈ അമ്മുടു കുമ്മുടു വീണ്ടും പറയുന്നത് രണ്ടുപേരും കാണിച്ചു വെച്ച് ഈ കലാവിരുദ്ധകൾ സമ്മാനിച്ച് നമ്മളുടെ ജഡ്ജ് തന്നെ ഇറങ്ങി വന്ന് വാട്ട് എ വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് ചീരാബായിനെ നിർത്താനായിട്ടുള്ളത് വീണ്ടും